നമ്മുടെ LDC പരീക്ഷ ഉടനെ വരുവാണ്. ഡേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ തന്നെ പഠിച്ചൊരു ലെവലിൽ എത്തിയിട്ടുണ്ടാകും. എങ്കിലും ഇനി പഠിച്ചാൽ മതിയോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരും ഉണ്ട്. ആ ചോദ്യത്തിന് സത്യത്തിൽ പ്രസക്തിയില്ല. കാരണം നമ്മൾ ഇനി പഠിച്ചാലും ശരി, നമ്മൾ എടുത്ത ടൈമിനും എഫർട്ടിനും പേഷ്യൻസും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത്. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ. സിലബസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ സെലക്റ്റീവ് ആയിട്ട് ഓരോ ടോപ്പിക്സ് ഇമ്പോർട്ടൻസ് എടുത്ത് പഠിക്കുന്ന ട്രെൻഡിങ് ടോപ്പിക്സൊക്കെ നോക്കിയിട്ട് ആ ഒരു മെത്തേഡ് LDC പരീക്ഷയ്ക്ക് വർക്കൗട്ട് ആവില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ കുറഞ്ഞു വരുന്തോറും പഠിക്കാനുള്ള കാര്യത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടും എന്നുള്ള കാര്യം മറന്നു പോകല്ല്. നമ്മളിൽ മിക്കവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്, നമ്മുടെ ഇപ്പോൾ സിലബസ് നമ്മുടെ കയ്യിലുണ്ട് LDCയുടെ. അപ്പോൾ ആ സിലബസ് നോക്കിയിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 30 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഹിസ്റ്ററി, ജോഗ്രഫി, മറ്റേ കായികം, കലാകായികം, സാഹിത്യം, ഈ ടോപ്പിക്സ്, ഈ സബ്ജക്റ്റൊക്കെ നൈസായിട്ട് സ്കിപ്പ് ചെയ്യും. കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എന്നാൽ 5 മാർക്കിനെ ചോദ്യം വരുള്ളൂ എന്ന ഒരു രീതി വിചാരിച്ചുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്ന പതിവായിട്ട് ചെയ്യാറുണ്ട് എല്ലാവരും. ഇത് LDC പരീക്ഷയ്ക്ക് ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമാണ്. റീസൺ എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ഒരു 80-85 മാർക്കിന് വേണ്ടി പഠിക്കുകയാണ്. 80 അല്ലെങ്കിൽ 85 മാർക്കിന് വേണ്ടി നമ്മൾ ഫുള്ളായിട്ട് പഠിക്കുകയാണ്. ഇത്രയും മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുമോ? ഇല്ല. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലുള്ള സബ്ജക്റ്റിൽ നിന്ന് ടോട്ടൽ 30 മാർക്കിനെ ചോദ്യം വരും. പിന്നെയും 70 മാർക്ക് കിടക്കുവാണ്. ഈ 70 മാർക്ക് നമുക്ക് നേടണം. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത് മണ്ടത്തരമാണ്. ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള സബ്ജക്റ്റ് മിനിമം SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് എങ്കിലും വായിച്ചിട്ട് പോകണം. നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വായിച്ച് നോക്കണമെന്നുള്ളത്. നമുക്ക് റാങ്ക് ഫയൽ ഇപ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുമെങ്കിൽ നമുക്ക് SCERT ചാപ്റ്റേഴ്സിൽ നിന്ന്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പോയിൻ്റ് വൈസായിട്ട് പഠിക്കാൻ പറ്റും. അത് തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഉപയോഗപ്പെടും. 4-5 കൊല്ലം കൊണ്ട് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാകും. എന്നാൽ ഏതാനും മാസം മുമ്പ് ഈ വരാൻ പോകുന്ന LDC ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാകും. ഈ രണ്ട് കൂട്ടർക്കും പരീക്ഷ ടൈമിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ട് കൂട്ടരും റിവിഷൻ ചെയ്യുന്നവരായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന കാര്യം വേസ്റ്റായി പോകും. നമ്മുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ലിമിറ്റഡ് ആണെങ്കിൽ പോലും, ഇവരിപ്പോൾ റാങ്ക് ഫയലോ അല്ലെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം, യൂട്യൂബ് വീഡിയോസ് ആയിരിക്കാം, ഏതിൽ നിന്നാണോ പഠിക്കുന്നത് അത് ലിമിറ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആകുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ സിലബസിലുള്ള നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽസിലുണ്ടെങ്കിൽ അത് തീർച്ചയായും പഠിച്ചിരിക്കണം. പഠിക്കുക മാത്രമല്ല, റിവിഷൻ ചെയ്ത് പോവുകയും വേണം. കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റ് നമ്മളിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് CPOയോ അല്ലെങ്കിൽ കഴിഞ്ഞ് നടന്നു പോയിട്ടുള്ള ഏതെങ്കിലും LDCയോ ഏതെങ്കിലും പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സബ്ജക്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും, കൺഫേമാണ്. അത് നോക്കുമ്പോൾ തന്നെ നമുക്കിതെങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഓരോ പോയിന്റിൽ ഈ പോയിൻ്റൊക്കെ ഓപ്ഷനായിട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്നതിനെപ്പറ്റി നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ബയോളജി പോലുള്ള സബ്ജക്റ്റും PSCക്ക് ചോദിക്കുന്ന കാര്യങ്ങളും നമുക്ക് എന്താ പറയുക, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ച് വന്നവരല്ലെങ്കിൽ പോലും നമുക്ക് വലിയ കാഠിന്യമായി തോന്നില്ല. അത്രയ്ക്കൊന്നും ഇല്ല. ഓർഗാനിക് കെമിസ്ട്രി കാര്യങ്ങളൊന്നുമല്ല നമുക്ക് പഠിക്കാനുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ച് വന്നവർക്കായാലും ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ എക്സാക്റ്റ് സിലബസ്, LDCയുടെ എക്സാക്റ്റ് സിലബസ് ഉണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയാം. സിലബസ് ഫുള്ളായിട്ട് വായിച്ചു നോക്കുന്നു. ഇത് ക്ലിയർ ചെയ്യാനുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നു, പഠിക്കുന്നു. LD ക്ലർക്ക് ഉണ്ട്, ഖാദി ബോർഡ് LDC മെയിൻസ് എഴുതാൻ നിൽക്കുന്നവരുണ്ട്. 2 പേർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.